സ്വദേശിനിയാണ് വിവാഹ തട്ടിപ്പ് കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ KPCC അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാഷ്ട്രീയ കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. പൊതുദർശനം നടക്കുന്ന ഇടത്ത് അദ്ദേഹത്തിന് ആദരാഞ്ജലി പുഷ്പചക്രം റീത്ത് സമർപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ ദൃശ്യങ്ങളാണ്. KPCC അധ്യക്ഷൻ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, MLA മാർ, MP മാർ എല്ലാവരും തന്നെ സ്ഥലത്തുണ്ട്. മുഖ്യമന്ത്രി തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എത്തിയതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്തിലേക്ക് നമ്മൾ പോകുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ള വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെയാണ് തിരുവനന്തപുരത്ത് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ ആദരമർപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നമുക്ക് ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പറയൂ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ എത്തിയിരിക്കുന്നത്. മൃതദേഹത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം ഇപ്പോൾ KPCC ആസ്ഥാനത്തെ ഇന്ദിരാഭവനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ AK ആന്റണി അടക്കമുള്ള നേതാക്കളുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കളുണ്ട്. ഇവരുമായി അവരെ കൂടി നേരിട്ട് കണ്ട് ഈ തെന്നലയുടെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഇന്ദിരാഭവനകത്തേക്ക് പോയിരിക്കുന്നത്. വളരെ കാലത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് എത്തുന്നത്. തെന്നല ബാലകൃഷ്ണപിള്ള സർവാദരണീയനായ രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്തിമാഞ്ജലി അർപ്പിക്കാനായിട്ടാണ് KPCC ആസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയത്. ഇപ്പോൾ ഇവിടെ നിരവധി ആളുകൾ ഈ അന്തിമാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ കടന്നുവരവ് ഒരു പ്രത്യേകതയായിരുന്നു. കാരണം കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് അദ്ദേഹം കടന്നു വന്ന് തെന്നലയോടുള്ള ആദരം അർപ്പിച്ചത് കോൺഗ്രസ്സുകാർക്കും ഒരു നല്ല ഓർമ്മിക്കാനുള്ള നിമിഷമായി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതിനായി, പ്രധാന നേതാക്കളെ അനുശോചനം അറിയിക്കുന്നതിനായി ഇന്ദിരാഭവൻ അകത്തേക്ക് പോയിരിക്കുന്നു. മറ്റ് നേതാക്കളായ കോൺഗ്രസ് നേതാക്കളായ VD സതീശൻ, ഒപ്പം തന്നെ AK ആന്റണി, AP അനിൽകുമാർ തുടങ്ങിയ മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. നിരവധി ആളുകൾ തെന്നലയുടെ ഭൗതിക ശരീരത്തിൽ അന്തിമാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 1:30ക്കാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. ശാന്തി കവാടത്തിലേക്ക് ഇവിടെ നിന്ന് വിലാപയാത്രയായി കൊണ്ടുപോകുന്നു. രാവിലെ 10:00യോടുകൂടിയാണ് നെട്ടയത്തെ വസതിയിൽ നിന്ന് തെന്നലയുടെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര ഇന്ദിരാഭവനിലേക്ക് എത്തിയത്. എന്തായാലും മുഖ്യമന്ത്രി എത്തി അനുശോചനം അർപ്പിച്ചിരിക്കുന്നു. മറ്റ് നേതാക്കളും വരുന്നുണ്ട്. മന്ത്രി ശിവൻകുട്ടിയും ഇവിടെ തെന്നലയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ഇന്ദിരാഭവനിൽ എത്തിയിരുന്നു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എത്തി മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2 തവണ KPCC അധ്യക്ഷൻ, 2 തവണ അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA, 3 തവണ കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗം, ഇങ്ങനെ കോൺഗ്രസിന്റെ ദീർഘനാളത്തെ പ്രവർത്തന പാരമ്പര്യം പേറുന്ന തെന്നല ബാലകൃഷ്ണപിള്ള ഇന്നലെയാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിട പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ പുഷ്പചക്രം അർപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ദിരാഭവനിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.